ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വലുതേ വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, റീഡിംഗ് കാണാൻ ശ്രമിക്കുക. കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. ഒറക്കളുടെയൊക്കെയാണ് ആദ്യം നോക്കുന്നത്. ലവ് സ്വിങ്സ്, back and forth, heartstrings, needs tending, nature growth, rambling rose, radiant love, power play, fan the flames, unlock happiness, distance, ഒരു കാർഡും കൂടി എടുക്കാം, മേക്കിംഗ് മാജിക്. കുറച്ച് ദിവസമായാലും ഓറിക്കൽ ഡെക്ക് എടുത്തിട്ട് അതുകൊണ്ടാണ് എടുത്തത്. ലവ് വിങ്സ്, put aside difference and soar to the next level. വ്യത്യാസങ്ങൾ മാറ്റിവെച്ചിട്ട് അടുത്ത തലത്തിലേക്ക് ഉയരാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങളും അവരും തമ്മിൽ അന്തരങ്ങൾ ഉണ്ടായിരുന്നു, വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് കാർഡ് പറയുന്നത്. ആ ഒരു കാരണത്താലാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും ഈ ഒരു ചെറിയ ഗ്യാപ്പ്, സെപ്പറേഷൻ വന്നതെന്ന് പറയുന്നു. ഇവിടെ യൂണിവേഴ്സായിട്ട് തന്നെ തിരിച്ചറിവ് കൊടുത്തിരിക്കുകയാണ്. അവർ തിരിച്ചു വരികയാണ്. ഇതൊരു ഡിവൈൻ കണക്ഷനാണ്. ഇത് പുരോഗതിയിലേക്ക് പോകുന്ന ഒരു ബന്ധമാണെന്ന് പറയുകയാണ്. എവിടെയും എൻഡായി പോകുന്ന ബന്ധമല്ല എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഡിവൈൻ ഡിവോഷൻ എസെന്റ് എന്നുള്ള എനർജിയാണ് വന്നിട്ടുള്ളത്. ബാക്ക് ആൻഡ് ഫോർത്ത്, ചേഞ്ചിങ് യുവർ മൈൻഡ് ഓർ ബീങ് കൺഫ്യൂസ്ഡ് ഇമോഷണലി. ഇവിടെ നിങ്ങളുടെ എനർജി പറയുന്നത് നിങ്ങളുടെ മനസ്സ് മാറ്റുക, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനിൽ ആശയക്കുഴപ്പത്തിലാവുക എന്നുള്ളൊരു എനർജിയാണ്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ചേസ് ചെയ്ത് പോയിരുന്ന നിമിഷത്തിൽ നിന്നും മനസ്സിനെ ഒന്ന് കൺട്രോളിലേക്ക് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ താൽക്കാലികമായിട്ട് മാറി നിൽക്കുകയാണ്. അവരുടെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നിങ്ങളുടെ മനസ്സിന് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. മനസ്സ് മാറ്റുകയോ അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിൽ നിന്ന്, അപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യമാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുമ്പോൾ, വ്യത്യാസങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് അവർ വരുവാനായിട്ട് ഒരുങ്ങുമ്പോൾ നിങ്ങൾ ആശയക്കുഴപ്പത്തിലാവാണ്. ഫ്ലൈറ്റി, അൺസർട്ടനിറ്റി എന്നുള്ളൊരു എനർജിയാണ്. ഹേർട്ട് സ്ട്രിങ്സ്, സ്ട്രൈക്ക് എ കോർഡ് ടുഗദർ വിത്ത് ജെന്റിൽ ഹാർമണി. അപ്പോൾ സൗമ്യമായ സ്വരച്ചേർച്ചയോടെ താളം സൃഷ്ടിക്കാൻ പറയാണ്. അതായത് ഈ ഒരു ബന്ധം നിലനിന്നു പോകണമെങ്കിൽ സൗമ്യത ആവശ്യമാണ്. ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത പറയാണ്. അപ്പോൾ നിങ്ങളും അവരും തമ്മിൽ സെപ്പറേഷൻ വരാൻ പല പ്രശ്നങ്ങളുണ്ടാവാം, പല കാരണങ്ങളുണ്ടാവാം. ഇനി അവർ വരാനായിട്ട് തീരുമാനിക്കുമ്പോൾ ഇനി സൗമ്യമായിട്ടാണ് നമ്മൾ പെരുമാറേണ്ടത്. തെറ്റുകൾ തിരുത്തിയാണ് അവർ വരുന്നത്. അപ്പോൾ നിങ്ങളുടെയാണ് തീരുമാനം, നിങ്ങളാണ് ഇവിടെ തീരുമാനമെടുക്കേണ്ടത്. സെനിറ്റി ബാലൻസ് മാച്ച് എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു ബാലൻസ് നിങ്ങൾക്ക് തരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു, അവർ വരുന്നു എന്നാണ് തീരുമാനം നിങ്ങളുടേതാണ്. നീഡ് സ്റ്റേറ്റിംഗ്, പേ മോർ അറ്റൻഷൻ ടു യുവർ ലവ് ലൈഫ് ടു ഗെറ്റ് റിസൾട്ട്സ്. അപ്പോൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല റിസൾട്ട് കിട്ടാനായിട്ട് പോകുന്ന സമയത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നു. അപ്പോൾ പ്രണയ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറയുകയാണ്. എന്നിട്ട് ആ റിസൾട്ട് അത് വിജയകരമായി പൂർത്തീകരിക്കാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങളാണ് ഇവിടെ കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കേണ്ടതെന്ന് പറയുന്നു. അവർ നിങ്ങളിലേക്ക് വരികയാണ്. തെറ്റ് ചെയ്തത് അവരാണെന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് അവരെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിട്ട് കാണിക്കുന്നത്. നൗറിഷിംഗ് ഡേറ്റ് റെസ്പോണ്ട് എന്നുള്ള എനർജിയാണ്.
അപ്പോൾ ഇന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷന് സാധ്യത വന്നിട്ടുണ്ട്. യൂണിവേഴ്സ് നിങ്ങളെ ഒരുമിപ്പിക്കാനായിട്ടുള്ള ഒരു എനർജിയിലേക്ക് എത്തിക്കുകയാണ്. നേച്ചർ ഗ്രോത്ത്, അറ്റൻഡ് ടു യുവർ ബോണ്ട് വിത്ത് ലവ് ആൻഡ് പേഷ്യൻസ്. സ്നേഹത്തോടും ക്ഷമയോടും കൂടിയിട്ട് ആ ബോണ്ട് നിലനിർത്തിക്കൊണ്ടുപോകാൻ നിങ്ങളോട് യൂണിവേഴ്സ് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്? ക്ഷമ ആവശ്യമാണ്. സ്നേഹമുണ്ട്, ഇല്ല എന്നല്ല, ക്ഷമയാണ് ഇവിടെ ആവശ്യമായിട്ട് തോന്നുന്നത്. റാംബ്ലിംഗ് റോസ്, ഗ്രോവിങ് എപ്പാർട്ട് ഓർ ഗെറ്റിംഗ് സം സ്പേസ് ടു തിങ്ക്. നിങ്ങൾ മാറി നിൽക്കുന്ന ഒരു എനർജി ആയിട്ട് തന്നെയാണ് ഇവിടെ കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ എനർജി പറയുന്നത് നിങ്ങൾക്ക് അവരിലേക്ക് തിരിച്ചു വരണമെങ്കിൽ, ഇനി പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം അല്ലെങ്കിൽ സ്പേസ് ആവശ്യമാണ്. ഇത് നിങ്ങൾ അവരോട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ മനസ്സിലുള്ളൊരു കാര്യമാണ്. ഇവോൾവിങ് ഔട്ട്സൈഡേഴ്സ് എന്നുള്ളൊരു എനർജിയാണ്. Radiant love, you create positivity and warmth together. അപ്പം നിങ്ങളാണ് ഇവിടെ പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു എനർജി തന്നെയാണ് അവർ നിങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതായിട്ട് കാണിക്കുന്നത്. ഹാപ്പി, ഓപ്പൺ, ഒപ്റ്റിമിസ്റ്റിക് എന്നുള്ള എനർജിയാണ്. അപ്പം നിങ്ങളുടെ ആ ഒരു സ്നേഹം നിങ്ങൾ എന്താണെന്ന് അവർ മനസ്സിലാക്കി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് കാർഡ് പറയുന്നത്. പേർപ്ലേ, വാണ്ടിങ് ടു ഡോമിനേറ്റ് ഓർ കൺട്രോൾ ദി റിലേഷൻഷിപ്പ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ. അവർ ഈ ഒരു ബന്ധത്തിൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം അവർക്ക് നിങ്ങളെ വേണമെന്ന് തന്നെയാണ് കാർഡ് മെയിൻ ചെയ്യുന്നത്. നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇൻസെക്യൂരിറ്റി, ഇൻഫ്ലുവൻസ് എന്നുള്ള എനർജിയാണ്. അപ്പം നിങ്ങളില്ലാത്ത ജീവിതം എന്ന് പറയുന്നത്, ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ അവർ പഠിച്ചു എന്നാണ്, തിരിച്ചറിവിൻ്റെ ആ ഒരു സമയമായി എന്നാണ്. നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത്. ആ പോസിറ്റീവ് എനർജിയിലേക്കാണ് അവർ അട്രാക്ട് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത്. ഫണ്ട് ഫ്ലെയിംസ്, ഡൂയിങ് വാട്ട് ഇറ്റ്സ് ടേക്ക് ടു കീപ് ദി പാഷൻ അലൈവ്. അഭിനിവേശം നിലനിർത്താനായിട്ട് ആവശ്യമുള്ളത് ചെയ്യുക എന്നാണ് പറയുന്നത്. അഭിനിവേശം എന്ന് പറയുമ്പോൾ ആ ഒരു സ്നേഹത്തെ നിലനിർത്താനായിട്ട്, റൊമാൻസിനെ നിലനിർത്താനായിട്ട് ആവശ്യമുള്ളത് ചെയ്യുക. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരുമിക്കാനുള്ള സമയമായി എന്നാണ് പറയുന്നത്. അപ്പോൾ തീരുമാനം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളിലേക്കാണ്. ആദ്യം നിങ്ങൾ കൊടുത്തിരുന്നൊരു കാര്യം, അവരെ സ്നേഹിച്ചിരുന്നു, ഒരുപാട് കെയർ ചെയ്തിരുന്നു, തിരിച്ചു തരുകയാണ് അവർ. റിന്യൂവൽ റൊമാൻസ് കെയർ എന്നാണ്, തിരിച്ചു തരുകയാണ്. ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് എത്തുകയാണ്. അൺലോക്ക് ഹാപ്പിനെസ്, ബി വൾനറബിൾ ആൻഡ് ഓപ്പൺ യുവർ സെൽഫ് ടു റിയൽ ലവ്. ദുർബലരാകാതെ ഒരു സ്നേഹത്തിനായിട്ട് ഓപ്പൺ ആവുക എന്നാണ് പറയുന്നത്. തുറന്ന മനസ്സോടുകൂടി നിങ്ങളോട് അവരിലേക്ക് ചെല്ലുവാൻ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കണം കേട്ടോ. എന്തൊരു കാര്യമാണോ നിങ്ങൾക്ക് പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ളത്, ആ കാര്യങ്ങളാണ് ഇപ്പോൾ ചേഞ്ച് വന്നിട്ടുള്ളത്. നിങ്ങളാണ് ഒരുപാട് സ്നേഹിച്ചിട്ടുള്ളത്, തിരിച്ച് അത്രയും കണ്ട് കിട്ടിയിട്ടില്ല. ഇനി അവർ തെറ്റ് തിരുത്തിക്കൊണ്ട് വരുമ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഓപ്പണായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള നിമിഷമാണെങ്കിൽ ആ ഹാപ്പിനെസ്സിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാം. ഇനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. പാസ്റ്റിൽ കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടാവാം. നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കുക. അവർ നിങ്ങളിലേക്ക് വരുമ്പോൾ അവരോടും പറയേണ്ട ഒരു കാര്യം എന്താണ്? എന്നോട് വിശ്വാസം ഉണ്ടായിരിക്കണം. അതാണ് ആവശ്യം. ഒരു ബന്ധത്തിൽ ഏറ്റവും നിലനിന്ന് പോകേണ്ട ആവശ്യം എന്താണ്? വിശ്വാസമാണ്. മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ടല്ല എന്നെ സ്നേഹിക്കേണ്ടത്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ, ആ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്നത് ഓപ്പൺ ആവുക എന്നാണ്, മനസ്സ് തുറക്കുക എന്നാണ്. ഏതൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഒരുമിച്ച് നേരിടാം. ഫ്യൂച്ചറിൽ നമുക്ക് ഒരുമിച്ച് എല്ലാം പങ്കിട്ട് പോവാം എന്ന് പറയുക. അവിടെയാണ് നമ്മുടെ സ്നേഹം യാഥാർത്ഥ്യമാകുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങളുടെ വാക്കുകളാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആ വാക്കുകൾ ഉറച്ചതാവണം എന്ന് യൂണിവേഴ്സ് പറയുന്നു. ചാൻസ് ഫ്രീ എക്സ്പോർട്സ് എന്നൊരു എനർജിയാണ്. ഡിസ്റ്റൻസ്, ചലഞ്ചസ് ദാറ്റ് ക്രിയേറ്റ് സ്പേസ് ബിറ്റ്വീൻ യു. അപ്പോൾ നിങ്ങൾക്കിടയിൽ വെല്ലുവിളികൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഇത്രയും നാൾ നിങ്ങൾ പോയിരുന്നത്. അത് തരണം ചെയ്യാനായിട്ട് അവർക്കും നിങ്ങൾക്കും സാധിച്ചത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ്.
ലോങ് ഹോൾ ഔട്ട് ഓഫ് ടച്ച്. അപ്പോൾ നിങ്ങൾക്ക് തൊടാനൊന്നും സാധിക്കുന്നില്ല, അത്രയും ഒരു ഡിസ്റ്റൻസ് ഇവിടെ ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ സ്പർശനത്തിന് അതീതമായിട്ടുള്ളൊരു ബന്ധമാണ്. അവിടെ സ്നേഹത്തിനാണ് യൂണിവേഴ്സ് പ്രാധാന്യം കൊടുക്കുന്നത്, നിങ്ങളും പ്രാധാന്യം കൊടുക്കുന്നത് അല്ലേ. ഇവിടെ അത്രയേറെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ സ്നേഹത്തിൻ്റെ വാല്യൂ ആണ് അത് അവർക്കും കൂടി മനസ്സിലായി. ഇപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒത്തിരി പേര് അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. മേക്കിംഗ് മാജിക്, എവറിത്തിങ് സീംസ് പെർഫെക്റ്റ് ആൻഡ് ഇറ്റ്സ് നോട്ട് ആൻ ഇല്യൂഷൻ. എല്ലാം പൂർണ്ണമായിട്ട് കാണാണ് നിങ്ങൾക്കെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളത് അനുഭവിച്ചറിയുന്നുണ്ട്. ഇതൊരു മിഥ്യയല്ല എന്നാണ് പറയുന്നത്. എവിടെ നിങ്ങൾ അവർ തമ്മിൽ സെപ്പറേഷൻ വന്നു അവിടെ മുതൽ ഇന്ന് വരെ യൂണിവേഴ്സ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവിനെ നിങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മിഥ്യയല്ല എന്നാണ് പറയുന്നത്. വിശ്വസിക്കാം, പ്രപഞ്ചത്തിൽ വിശ്വസിക്കാം. നിങ്ങൾ ആഗ്രഹിച്ച നേട്ടം ഒത്തിരി പേരിലേക്ക് എത്തുന്നുണ്ട്. അവിടെ ഒരു മാജിക് തന്നെയാണ് ഈ റിലേഷനിൽ സംഭവിക്കുന്നത്. തിരിച്ചുവരവാണ്. നിങ്ങളെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ബിലീവ് ഇൻ ലവ് എന്നാണ് പറയുന്നത്. ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് വിശ്വസിക്കാം എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യാം. ഇതൊരു സ്വപ്നമല്ല, മിഥ്യയല്ല, യാഥാർത്ഥ്യമായി കഴിഞ്ഞ കാര്യമാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഈ റീഡിങ് ഞാൻ നിർത്തുന്നേക്കാളും മുന്നേ ടൈം കാർഡ് കൂടി എടുക്കാം. അതെടുത്തില്ലെങ്കിൽ ഒത്തിരി പേര് മെസ്സേജ് ചെയ്യും, ടൈം കാർഡ് എടുത്തില്ലല്ലോ എന്ന്. ഇൻ 3 weeks, 3 ആഴ്ചയ്ക്കുള്ളിൽ, ഡേറ്റ് 1/10/1928, ഫാദേഴ്സ് ഹെൽപ്പ്. ഒരു കാർഡും കൂടി. ഇൻ 23 days. ഇത്രയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ റീഡിംഗ് ആയിട്ട് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. ഒത്തിരി പേർക്ക് അത് സാധ്യമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി യൂണിവേഴ്സിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സ് എത്ര പേർക്ക് എത്തിയെന്ന് നമുക്ക് റിസൾട്ട് നോക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യാം. പോസിറ്റീവിനെ മാത്രം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഈ റീഡിംഗ് എന്ന് പറയുന്നത് അത്രയും ജെന്യുവൻ ആയിട്ടുള്ള റീഡിംഗ് ആണ്. അത്ര കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ കാർഡ് എടുക്കുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സിൽ വിശ്വസിക്കാം. ഞാൻ നിങ്ങൾക്കൊരു ഗൈഡ് മാത്രമാണ്. നിങ്ങൾക്ക് ആശ്വാസമാകുന്ന നിങ്ങളൊരാളായ നിങ്ങളുടെ പ്രിയപ്പെട്ട നിംസ്. റീഡിംഗ് ഞാൻ നിർത്തുകയാണ്. റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ പേഴ്സണലായിട്ട് അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ട് റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.